ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം ഗാനത്തിൻ്റെ 6 ചരണങ്ങളും പൂർണ്ണരൂപത്തിൽ ആലപിക്കണമെന്നും ഔദ്യോഗിക ചടങ്ങുകളിൽ ഇത് പാടുമ്പോൾ എല്ലാവരും ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കണമെന്നും കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. മാതൃഭൂമിയെ ഒരു ദേവതയായി സങ്കല്പിക്കുന്നതും പ്രണമിക്കുന്നതുമായ വരികൾ ഈ ഗാനത്തിൻ്റെ പൂർണ്ണരൂപത്തിലുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വരികൾ ചൊല്ലുന്നതിനും ഇതിനായി എഴുന്നേറ്റു നിൽക്കുന്നതിനും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അനുവാദമുണ്ടോ? ഈ പുതിയ നിയമപരമായ സാഹചര്യം വിശ്വാസപരമായ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവരീ കാട്ടിക്കൂട്ടുന്ന കോപ്പറയങ്ങൾ കൊണ്ടൊന്നും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തോൽപ്പിക്കാൻ കഴിയില്ല. വന്ദേമാതരം എന്നത് ദേശീയ ഗീതമാണ്. വന്ദേമാതരം ഇന്നും ദേശീയ ഗീതമാണ്. ആ ദേശീയ ഗീതമായി അംഗീകരിക്കുന്ന കാലത്തു തന്നെ അതിലെ ചില ഭാഗങ്ങൾ മുസ്ലിംകളാദി ന്യൂനപക്ഷങ്ങൾക്കും വിശ്വാസികൾക്കുമൊന്നും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടതാണ്. ഇക്കാലം അത്രയും അത് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടാണ് ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടതും ദേശീയ ഗീതമായി ആലപിക്കപ്പെട്ടതും. ദേശീയ ഗാനമായ ജനഗണമന ചൊല്ലുന്ന സമയത്തായാലും മുസ്ലിമീങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ. ദേശീയ ഗീതമായിട്ടുള്ളത് ചൊല്ലുന്ന സമയത്ത് രാജ്യത്തിൻ്റെ നിയമപ്രകാരം ആചാരം കേൾക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് എന്ന് ചൊല്ലിയാൽ ആ നേരത്ത് ഒന്ന് എഴുന്നേറ്റ് എന്ന് എഴുതിയിട്ട് നമുക്കൊന്നും വരല്ല. തനിച്ച കുഫറിൻ്റെ കലിമത്തും ഷിർക്കിൻ്റെ കലിമത്തുകളുമുള്ള ഗാനം തന്നെ നിങ്ങൾ ഓരോരുത്തരും ചൊല്ലിയിരിക്കണം, എല്ലാ മുസ്ലിമും പാടിയിരിക്കണം എന്ന് പറഞ്ഞ് നിയമപരമായി നിർബന്ധിച്ചാൽ പോലും ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഈ വാക്യം ഉച്ചരിച്ചു എന്ന് കരുതിയിട്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുക. ഇല്ലാമൻ നുക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത, സവിശേഷത. ഇല്ലാമൻ നുക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഹൃദയം ഈമാനിൽ ശാന്തമായി സായുജ്യമടഞ്ഞിരിക്കെ, അതിൽ വിശ്വാസം ദൃഢമായിരിക്കെ, വാക്ക് നിർബന്ധിതമായി കൊണ്ട് ആരാൽ ബാലാത്കാരപ്രകാരം നിർബന്ധമായി ചൊല്ലണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടാൽ അത് ചൊല്ലിയതുകൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നയം. എന്നിരിക്കെ ഇന്ന് ഇതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല. ചടങ്ങുകളിൽ ഔദ്യോഗികമായിട്ടാകുന്നത് കേന്ദ്രമന്ത്രിസഭ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും അതൊരു നിയമമായി വരില്ല. കേന്ദ്രമന്ത്രിസഭ ഒരു ഉത്തരവ് നടപ്പാക്കുന്നിടത്ത് അത് നടപ്പാക്കുന്നു മാത്രം. ഈ ഉത്തരവ് വന്നതിന് ശേഷം ഗവർണർ, നമ്മുടെ കേരളത്തിലെ ഗവർണർ പങ്കെടുത്തൊരു പരിപാടിയിൽ ദേശീയ ഗീതം വന്ദേമാതരം പാടിയിട്ടില്ലല്ലോ. അപ്പോൾ പാടിയിട്ടില്ലെങ്കിൽ പരിപാടി അലങ്കോലപ്പെടുമെന്നോ ശിക്ഷാർഹമാണെന്നോ ഉള്ള ഒരു നിയമസ്ഥിതിയിലേക്ക് ഇന്നും ഇതെത്തിയിട്ടില്ല. കേന്ദ്രമന്ത്രിസഭയുടെ ഒരു ഉത്തരവ് മാത്രമാണ്. ഇനി ഈ ഉത്തരവിൽ നിന്ന് പോയി ഭരണഘടന പ്രകാരം തന്നെ നിയമപ്രകാരം തന്നെ പാർലമെൻറ്റ് പാസ്സാക്കി നിയമമാക്കി എല്ലാ സ്കൂളിലും പാടണം ഇത് എന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ നിയമങ്ങളൊക്കെ ആചരിക്കാൻ, പ്രത്യക്ഷത്തിൽ ആചരിക്കാനും മനസ്സിൽ ഈമാൻ കൊണ്ട് നടക്കാനും ഒരു പ്രയാസവുമില്ലാത്ത ദീനിലാണ് നമ്മളുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഏതു സാഹചര്യത്തിലും എപ്പോഴും അതിന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, വകുപ്പുണ്ട്. അങ്ങനെയുള്ള പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തോൽപ്പിക്കാൻ ഇവരുടെ ഇത്തരം നയങ്ങൾ കൊണ്ടോ ഉത്തരവുകൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. ദേശീയ ഗാനം പാടുമ്പോൾ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമോ അങ്ങനെ തന്നെ ദേശീയ ഗീതം പാടുമ്പോൾ എഴുന്നേറ്റ് നിന്നാലും ഇവിടെ ചുക്കും വരല്ല, നിർബന്ധിതമായ സാഹചര്യമാണെങ്കിൽ. പിന്നെ ഉച്ചാരണങ്ങളും വരികളുമൊക്കെ അതെല്ലാവർക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ആ ഭാഗങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ നിയമപരമായി അത് നിർബന്ധിതമാക്കുക എന്നത് കർശനമായി ഒരു ബലാത്കാരം എന്ന രൂപത്തിലുണ്ടാവാനേ ഇടയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവും വരാനില്ല, ഇസ്ലാമിന് അതിൽ പ്രശ്നവുമില്ല.